ഹായ്, വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നിതാ സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായി എല്ലാവരും പറയണം ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ വണ്ടർലാൻഡിൽ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫും സൺഡേ വ്ളോഗൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേ വ്ളോഗ് ആക്ച്വലി ഇതൊരു സൺഡേ വ്ളോഗായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് ലേറ്റായി. സൺഡേ എല്ലാവർക്കും അറിയാമല്ലോ, ലേറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഇന്നൊരു മടി പിടിച്ച ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ പിന്നെ വീട്ടിലിരിക്കുന്നേക്കാളും നല്ലത് എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം നമ്മൾ പോണ സ്ഥലങ്ങൾ. അത്ര കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയായി. ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ മോളും രമേശേട്ടനും അതാ കുറച്ച് നേരമായിട്ട് പാർക്കിൽ കളിക്കാൻ പോയിക്കും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കോംപ്ലക്സിലെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് വേണം നമ്മൾ താഴത്തേക്ക് പോവാൻ. ഇതാ ഇവിടെ കളിച്ചും കൊണ്ടിരിക്കുകയാണേ രണ്ടാളും കൂടെ. നിത്തുക്കുട്ടി, എന്താ പരിപാടി രണ്ടാളും? ഞങ്ങളെ നമുക്ക് വിമാനം എങ്ങനെയാണ് ഉണ്ടാക്കണം ആരോ കാണിച്ചു. വിമാനം പറത്തുന്നത്. അപ്പൊ എങ്ങനെ കടലാസായിട്ട് വിമാനം ഉണ്ടാക്കുക, അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കാം. ഞങ്ങളൊന്ന് പറത്തി നോട്ടെ. ഞങ്ങളെ വിമാനം പറത്തുമല്ലേ? വിമാനം പറത്തി കളിക്കലാണോ പണി? നമുക്ക് പോണ്ടേ? വിമാനം അവിടെ നിത്തൂസേ വിമാനം പണ്ട് സ്കൂളിൽ പറത്തിയതോട്ടോ വിമാനം, പിന്നെ പറത്തിട്ടില്ല. ഇതിങ്ങനെ ഇവിടെ വിമാനം പറത്തിട്ട് ഇങ്ങനെ പറത്തിയിട്ട് ഊതണം. അതാ വേറൊരാളും വിമാനം പറത്താൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ പോട്ടെ. നമ്മൾ നേരെ പോണത് അർബൻ ഹട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കേട്ടോ. അത് അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിങ്ങനെ നടന്നു നോക്കാം. ഇത് ഒരു 3-4 hours കാണാനുള്ള സംഭവമുണ്ട്. നല്ല ഫുഡ് ഉണ്ടെന്ന് കേട്ടു. കേരള ഫെസ്റ്റുള്ള സമയത്താണ് കൂടുതൽ രസം ഇവിടേക്ക് വരാൻ. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും. അതല്ലാതെല്ല ഫുൾ നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. അത്രയും എപ്പോഴും വരുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നവി മുംബൈയിലുള്ള ആൾക്കാർ ആരെങ്കിലും വന്നിട്ടില്ല, ഈവൻ മുംബൈയിലുള്ളവർ അറിയില്ലെങ്കിൽ ബേലാപൂർ അർബൻ ഹട്ടിൽ വരണം കേട്ടോ. ഇപ്പോൾ ഇത് ഇന്നും കൂടിയേ ഉള്ളൂ. സാധാരണ സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ മാസം ഓരോന്നായിട്ട് വരാറുണ്ട്. കൂടെ എന്താ ഇവിടുന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തു. 2 സൈഡും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതൊരു ഇതാണ് മാല കാര്യങ്ങളൊക്കെ. കർണാടകയുടെയാണ്. ഓരോ സ്റ്റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. എല്ലാ സ്റ്റേറ്റിൻ്റെ സാധനങ്ങളും ഉണ്ട്. അവരവിടുന്ന് വരികയാണ്. ഇതിപ്പോൾ കർണാടകയിൽ നിന്ന് വന്നതാണ്. നെക്സ്റ്റ് സെക്ഷൻ നടക്കട്ടെ കേട്ടോ. തെലുങ്കാനയാണ്. ഇതിങ്ങനെ ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറിനുള്ള വ്ളോഗ് ഉണ്ട്. കാരണം അത്രയും കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള സാരീസ് തെലുങ്കാനയുടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് തമിഴ്നാടുമാണ്. തമിഴ്നാടുവിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ കേട്ടോ. നമ്മൾ കേരളം കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത്. നല്ല സെറ്റുമുണ്ടോ, നല്ല കേരളത്തിലെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം ഉണ്ടാവും. അല്ലല്ല, മാലയൊക്കെ നെത്തുവിന് പറ്റും. இந்த மாதிரி குழந்தைகளுக்கு இருக்கா? ഹിന്ദി മേ ഈശ്വര, ഞാൻ തമിഴ്നാട് എന്ന് പറഞ്ഞ തമിഴല്ല വിചാരിച്ചത്. തമിഴ് അറിയില്ല, ഹിന്ദി അറിയാത്ത അവസ്ഥ. ഈ ചോട്ടെ പച്ചക്കുഞ്ഞ് ഇത് ഗുജറാത്തിൻ്റെ സാധനങ്ങളാണ്. ഗുജറാത്ത് എന്നൊക്കെ പറയണോ, പക്ഷേ 100 രൂപയുള്ളൂ. നല്ല ഭംഗിയില്ലേ മാലകളൊക്കെ കാണാൻ. സംഭവം എനിക്ക് മാല നല്ല ഇഷ്ടമായി. ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ, ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന്. കുറേ വാങ്ങിച്ചിട്ട് ഇത് ഇടണമില്ല, വെറുതെ വാങ്ങിക്കാന്ന് മാത്രം. നോക്കട്ടെ ഇതെങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? ഇതെനിക്കിഷ്ടമായി. ഇതൊന്നും എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ കുർത്തയ്ക്കൊക്കെ ഇടാൻ, സാരിക്കൊക്കെ നല്ല ഭംഗി. പിന്നെ നമ്മുടെ കേരളം, ആഹാ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ നമ്മുടെ സാധനങ്ങൾ, നല്ല ഭംഗിയുള്ള മൺചട്ടി, നല്ല രസമുള്ള ചട്ടികൾ കേട്ടോ. എന്ത് രസമാണ്. ചേച്ചി നാട്ടിൽ നിന്ന് വന്നാ? നമ്മൾ നാട്ടിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ. അവരൊക്കെ കാണുമ്പോൾ ഏതാ സ്ഥലം? മലപ്പുറം? ഞങ്ങൾ വളാഞ്ചേരി, അറിയാം. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാ. ഓക്കെ, മണ്ണാണോ അത് ശരിക്കും? എത്തിയിട്ടുണ്ട്. പാർക്ക് ചെയ്തു, കാറ് പാർക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ഫിനാൻസ് എന്താണ് പറയുക, പക്ഷെ പാൻറ്റിൽ പോക്കറ്റ് ഉണ്ടല്ലോ, അത് മതി എനിക്ക്. അക്കൗണ്ട് മാനേജറോ എന്താണ് അതിന്? ഇത് പിടിക്കൂ, ഞാൻ നോക്കട്ടെ. ഇപ്പൊ അക്കൗണ്ട് മാനേജർ പോയി, ഇപ്പൊ ഫോട്ടോഗ്രാഫറായി. മിത്തു എന്തൊക്കെയാ വേണ്ടിച്ചാൽ നോക്കിക്കോളൂ. എന്താണ് മിത്തുവിന് വേണ്ടത്? തുടങ്ങിയല്ലോ.
അങ്ക എന്താ പ്ലാവില നമ്മൾ കഞ്ഞി കുടിക്കില്ലേ പ്ലാവില അത് മണ്ണിലുണ്ടാക്കിയിരിക്കണോ അപ്പൊ നമുക്ക് കഞ്ഞി കുടിക്കാൻ അടിപൊളിയല്ലേ. കഞ്ഞി നമ്മൾ ഉണ്ടാക്കില്ലല്ലോ, ഇതായിട്ട് ചോറ് കഴിക്കണ്ടായിരുന്നു. ചപ്പാത്തി കഴിക്കാൻ പറ്റും ഇതായിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. മിഥുന് എന്താ ഇഷ്ടമുള്ളത് നോക്കി നോക്കും. എന്താ ഇഷ്ടമുള്ളത്? അപ്പൊ അങ്ങനെ ആദ്യത്തെ ഷോപ്പിംഗ് നടത്തിയിരിക്കുകയാണ്. ആ മിത്തുകുട്ടിക്ക് ആദ്യത്തെ ഷോപ്പിംഗ്. ഇനി അമ്മയ്ക്കുള്ളത് കമോൺ. മൈ ഗോഡ്. സോ അപ്പൊ അതിന് ഉറപ്പുണ്ടോന്ന് ആദ്യം നോക്കിക്കോട്ടോ. നിന്നെ താങ്ങാനുള്ളത് എന്നെ താങ്ങാനുള്ള ശേഷി അതിനില്ല. ഒരു സൗണ്ട് കേൾക്കും പിന്നെ. പക്ഷെ അല്ലട്ടോ സംഭവം നല്ല മരാണ്, പക്ഷെ അത് വെച്ച സ്ഥലം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ വെരി ഗുഡ്. മിത്തു ഇത് പാടാനറിയോ മിത്തുന്? കുടല്ല, പറയൂ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കേട്ടിട്ടുണ്ടത്? അതാണ് കുറെ കേട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്. ഇവിടെ വേറെയും കുറെ ഉണ്ട് നല്ല ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ. ഇത് ഞാനൊന്ന് എടുത്താലോ? നോട്ടെ പരിപാടികൾ എന്തൊക്കെ വെച്ചാ ഇവിടെ ഓരോന്ന് ഷോപ്പിങ്ങിന്റെ പരിപാടിയിലാണ്. അവിടെ സൈസൊക്കെ നോക്കൽ തുടങ്ങി. ഇതെന്താ ഗോവനാണോ? ഗോവൻ ഡ്രസ് കുട്ടികൾക്ക് ഒന്ന് മേടിച്ചാലോ? മിത്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വലുത്. മണി ബാങ്ക് എല്ലാം മരം കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇത് ഉത്തർപ്രദേശ് ബനാറസി ദുപ്പട്ട, ബനാറസി സാരി. അങ്ങനെ നമ്മുടെ ആക്ച്വൽ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷം വേണമെങ്കിലും. നല്ല ഭംഗിയില്ലേ ഈ സാരി കാണാൻ? എന്താ പറഞ്ഞു? അതാ പറയണത്. പടക്കത്തിന് തീ കൊളുത്താൻ പോവാണ്. ഇനി എന്ത് സംഭവിക്കും ഇവിടെ? അതാ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കണേ. ഇല്ല അതാണ് പോക്കറ്റില്ല. അതൊക്കെ ടീഷർട്ട് പോക്കറ്റില്ലാതെ ഷർട്ട് ഇട്ടുണ്ട് ആൻറ്റി. ഇവിടെ ഒരു ആൻറ്റി ഇരുന്ന് പറയായിരുന്നു. അപ്പോൾ അവരെ പരിപാടികളായിട്ട് നടക്കട്ടെ. ഇവിടെ കുറച്ച് സമയം പിടിക്കുമെന്നാണ് തോന്നുന്നത്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഒരു സാരിക്ക് 7000 രൂപയുള്ളൂ. അത്രയേ ഉള്ളൂ. ആൻറ്റി നല്ല തമാശയായിരുന്നു ആൻറ്റി. എങ്ങനെയുണ്ട്? ആ എൻ്റെ വക എത്ര 10 പവൻ്റെ ഒരു മാല നിനക്ക് ഫ്രീ. 10 പവൻ്റെ മാല എൻ്റെ വക. ഇല്ലല്ലോ ആയിക്കോട്ടെ. ഞാൻ ഒന്നും മേടിച്ചു കൊടുത്തില്ലെന്ന് വേണ്ടല്ലോ. ആ ഇതാണ് 10 പവൻ്റെ. കുട്ടികൾക്കൊക്കെ ഇടാം. നമ്മൾ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ ഗോൾഡിനൊക്കെ ശരിക്കും നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ശരിക്കും ഒരു കുന്നിൽ കുറേ മുളയും പരിപാടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഓരോ ഷോപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. ശരിക്കും ഒരു കുന്നാണ്. അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഭംഗി കറക്റ്റ് വെച്ചിട്ട്. മിത്തു ഒരു ഫോട്ടോന് പോസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ റെഡി. വാ എലിഫൻറ്റിൻ്റെ നമ്മളിവിടെ ഒരു ചായ കൊടുക്കാൻ പറ്റുന്ന ഒരു ബായിനെ പരിചയപ്പെട്ടു. അപ്പോൾ ബായി ഇതാ നമുക്ക് ചായ തരാൻ പോവാണ്. സോ പോവാ ഷോപ്പിൽ ചായ കൊടുക്കാൻ വന്ന ആളാ. ബംഗാളി 2 തരത്തിലുണ്ട്. ഇപ്പം എന്താ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. ഇത് കുറച്ചും കൂടെ ഭംഗിയുണ്ട്. മേഖല വന്നു. ആഹാ ഇതാ വീണ്ടും കമ്മൽ വളമാല. നമ്മുടെ സ്റ്റാൻഡ് ആകെ നിറഞ്ഞു. ഇതുപോലെ ഇനി ഒരു പുതിയ സ്റ്റാൻഡും കൂടി ഉണ്ടാക്കേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. ഇത് അടിപൊളിയാണ്. അത്യാവശ്യം നമുക്ക് കുർത്തയ്ക്കും അത്യാവശ്യം സാരിക്കും ഒക്കെ ഇടാം. കുറച്ച് സിമ്പിൾ. മിത്തു ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പുകളൊക്കെ എടുപ്പാ കണ്ടത്. ഇത് വാങ്ങിച്ചു. കുഴപ്പമില്ല. കുർത്തയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മിത്തു ഉണ്ടോ? ആഹാ ഹായ്. അങ്ങനെയാണോ? ഒന്നും കൂടി നോട്ടെ. അടുത്ത എന്താ? രാജസ്ഥാൻ. ഇവിടെ എന്താ? വാവ് സ്കേർട്ടല്ലേ? ആഹാ നല്ല രസമുണ്ടല്ലോ. താല്പര്യമില്ല?
തൽപര കക്ഷിയല്ല. തൽപര കക്ഷി. കുറേ നടന്ന് ക്ഷീണിച്ചു. ഇനി പെട്രോൾ കയറ്റിയാലേ പോകുള്ളൂ. ഇനി മുന്നോട്ടുള്ള വഴിയുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട് വഴികൾ. നമുക്ക് അങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകണം. കോട്ടുണ്ട്, നല്ല നാട്ടിൽ നിന്ന് വന്ന കുടുംബശ്രീക്കാരുണ്ടെന്ന് കേട്ടു. അത് സംഭവം അതിനാണ്. അതായത് നന്നായി നടക്കുക, നടന്ന് ലാസ്റ്റാണ് ഫുഡ് കോർട്ട്. വിശക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അവിടെ എത്തുന്നോട് കൂടിയിട്ട് ഒരു ഇരുത്തമുണ്ട്. ഇന്ന് കുടുംബശ്രീക്കാർക്ക് ഒരു രസമുണ്ടാവും. ഇന്ന് അവരുടെ ബിസിനസ് നല്ല രസം. വരാറുള്ളത് എല്ലാ വർഷവും ഇങ്ങനത്തെ ഫെസ്റ്റ് വരുമ്പോ, കേരള ഫെസ്റ്റ് ആകുമ്പോ എന്തായാലും വരാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ ഒന്നിന്റെ ഡാൻസ് നല്ല എന്താ പറയാ, നല്ല രസമുള്ള ഓരോരോ ഷോപ്സ് ആണ്. എല്ലാം വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കേരള ഫെസ്റ്റിന്റെ പേരേ ഉള്ളൂ, കൂടുതൽ ഗുജറാത്തും മഹാരാഷ്ട്രയും സംഭവങ്ങളാണ് അധികം. കേരള ചിലപ്പോൾ വരുന്നുണ്ടാവും. നോക്കിയോ, നമുക്ക് സമയം കളയണ്ട. ഇപ്പൊ നോക്കിയാലാണ് ഒരു 10 മണിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. 10 മണി വരെയുള്ള ഷോപ്പ്. നല്ല പൊറോട്ട, അയ്യോ നല്ല കപ്പ, മീനൊക്കെ ഉണ്ട്. ബിരിയാണി, നല്ല ബിരിയാണി. അല്ല, എനിക്ക് ആദ്യം കുറച്ച് പർച്ചേസ് ചെയ്യണം. ഇപ്പൊ അധികം ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, 2-3 ഐറ്റംസേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ എന്തൊക്കെ ഐറ്റംസ്? ഇത് എന്തായിട്ട് വരും സാധനം? ഓക്കെ, താല്പര്യമില്ല. സാരിയോ? ആ, അപ്പോൾ നീ സാരി ഉടുക്കുകയില്ലേ, പിന്നെ വെറുതെ ഈ സാരിക്ക് വേണ്ടിയിട്ട് എന്തിനു വെറുതെ പോയി നോക്കണം? പക്ഷേ സാരി ഒന്നുമില്ലേ, നമ്മുടെ നാട്ടിൽ നമുക്ക് വേണം തോന്നുന്ന സമയത്ത് കിട്ടില്ല. കാരണം ഇതൊക്കെ ഗുജറാത്ത്, ബംഗാൾ, ബീഹാർ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനത്തെ ഫെസ്റ്റിനെ കിട്ടുള്ളൂ. അപ്പോൾ നാളെ എനിക്കൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് എനിക്ക് ഇത് എടുക്കണം തോന്നിയാൽ ഇവിടെ എവിടെയും തപ്പി. ഈ ഷോപ്പിൽ ഇതാണ് നമ്മുടെ വർക്ക്. നല്ല രസമുള്ള ആർട്ട് വർക്കുകൾ. വാ, പെയിൻറ്റിങ്സ്, സൂപ്പർ പെയിൻറ്റിങ്സ്. വാ, ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നല്ല രസമുണ്ട്, നല്ല പെയിൻറ്റിങ്സ്. അക്രിലിക്കാണ്, അടിപൊളി. ബുദ്ധ ഞാനൊന്ന് വരച്ചിട്ടുണ്ട്, വീട്ടിലിരിക്കുന്നുണ്ട്. ഇതുവരെ ഫ്രെയിം ചെയ്തില്ല, അങ്ങനെ ബോർഡിൽ ഇരിക്കുന്നുണ്ട്. 4,000. अच्छा 4,000 और ये बड़ा वाला 7,000. 7,000 ऑयल ऑन कैनवास है. फुल्ली ऑयल ऑन कैनवास. ഫോട്ടോ എടുത്ത പോലെ ഉണ്ടല്ലേ. അച്ഛാ, ഇവർ അയാൾ നല്ല ലാഭത്തിലോട്ടോ. 7,000 ഉള്ളൂ. ഞാൻ ഒന്ന് ഒരു 12,000, പിന്നെ 23,000 ആ റേഞ്ചിലൊക്കെ ഞാനൊരു ഇൻ്റർനാഷണൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിൽ പെയിൻറ്റിങ്. ഇതിനെക്കാട്ടിലും വലുതായിരുന്നു, സംശയമുണ്ട്. ആ കണ്ടില്ലേ, ഇതാണ് സമയം. ഇത് എന്ത് രസമാണ്. ആ മേടിച്ച കസ്റ്റമറിനെ എപ്പോഴും ഫോൺ വിളിക്കാറുണ്ട്, എന്ത് രസമാണ് ആ വരച്ച പെയിൻറ്റിങ് വീട്ടിൽ വെച്ചത്. അതെ, അതിന് ഇങ്ങനെയാണോ പറയാ, പക്ഷെ ഇത് എന്ത് രസമാണ്. അതിൻ്റെ അടുത്ത് ഞാൻ വരച്ച രസമില്ലായിരുന്നല്ലേ, എനിക്ക് തന്നെ വേണം. ഞാൻ എന്നാ പോട്ടെട്ടോ. ഇതാണ് പറയണത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ ഡ്രസ്സല്ലേ? ആണോ? ഇന്ത്യയുടെ ദേശീയ ഡ്രസ്സാണ് സാരി. അതെ, അപ്പോൾ അത് നീ ഉടുത്ത് നോക്കണം, അത് എപ്പോഴും ശീലാക്കണം. ആ, മേടിക്കാൻ വന്ന ആളോട് വില ചോദിച്ചു, അതാണ് ഇപ്പോൾ പറ്റിയ അബദ്ധം. എന്നിട്ട് നിന്ന് ചെറുക്കിയാണ്. അടി കിട്ടിരിക്കാവല്ലോ, നിൽക്കല്ലോ. മുപ്പര് അടി ഉണ്ടാക്കാൻ വരുന്ന പോലെ തന്നെ മുപ്പര് വരുന്നത്. ഇങ്ങനത്തെ സാരീസ് ആട്ടോ കൂടുതൽ ഇഷ്ടം. അതായത് കുറച്ച് സിമ്പിൾ ആൻഡ് എലഗന്റ് സാരീസ്. എനിക്ക് ഒരുപാട് വർക്കുള്ള സാരീസിനേക്കാളും നല്ല ഭംഗിയുണ്ട്. പ്യോർ ലിനൻ സാരിയാണ്. ഇതെനിക്ക് അറിയാം, ഓൺലൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാം ലിനന്റെ വില എത്രയാണെന്നുള്ളത്. സാരി വെച്ചപ്പോ എന്ത് രസാ. ഇവരുടെ പ്രത്യേകത എന്താ അറിയോ, ഈ ലിനൻ ഇവർക്ക് നല്ല പ്യുവർ ആണെന്നുണ്ടെങ്കിൽ നല്ല കളേഴ്സ് ആയിരിക്കും അല്ലേ. നല്ല നമുക്ക് ഒരിക്കലും വാങ്ങിക്കാൻ കിട്ടാത്ത കളർ കോമ്പിനേഷൻസ് ആണ് ഇവർക്ക് ഉണ്ടാവുക. ക്യാമറ കണ്ടപ്പോൾ മൂപ്പരിക്കാകെ ഇൻട്രസ്റ്റ് ആയി. മൂപ്പര് വിചാരിച്ചപ്പോൾ ഈ സാരി കൂടി നമ്മൾ വിൽക്കാൻ പോവാന്നാണ്. മൂപ്പര് വിടാനുള്ള ഉദ്ദേശമില്ല. നന്നായിട്ടുണ്ട്. ഞാനും ഇത്രയും ക്ഷീണിച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. കാണിച്ചു തരാം. ഇവിടെ അവർ രണ്ടുപേരും കൂടി ഭയങ്കര ഡിസ്കഷനിലാണ്. മൂപ്പർക്ക് കാണിച്ചപ്പോൾ വേറെ 40 നന്നായിട്ടുണ്ട്. മൂപ്പർക്ക് കാണിച്ച വേറെ കസ്റ്റമർ ഒന്നും ഇല്ല. ഇനി അവൾക്ക് കാണിച്ചപ്പോൾ സൗകര്യത്തിൽ ആളെ കിട്ടിയിട്ടു. രണ്ടാളും കൂടി
നല്ല ഹിന്ദി ആട്ടോ. ആരാ പറഞ്ഞു ഇവൾക്ക് ഹിന്ദി അറിയില്ലെന്ന്? അമ്മയ്ക്ക് ഹിന്ദി അറിയില്ലെന്ന് ആര് പറഞ്ഞു? ഭയങ്കര ഹിന്ദി രണ്ടുപേരും കൂടി. എടുക്കണു അടുത്തത്. ദൈവമേ അടിപൊളി. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ സാരി അവളിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക അടിപൊളി. ഫൈനലി ഞാൻ വിളിക്കുകയാണ്. അപ്പം ഞാൻ പോയേക്കാം. എനിക്കിഷ്ടമായത് ഈ താഴെ കിടക്കണത് കുറച്ചുകൂടി ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടമായത്. അതാ ഈ കട മൊത്തം നീ ഉഴുതു മറിച്ചിട്ടുണ്ടല്ലോ. മൂപ്പർക്ക് നീ പോയാൽ ഒന്ന് ഫുള്ള് പണിയാണ് ഈ കട മുഴുവൻ ഒതുക്കി വയ്ക്കാൻ. ഈ വാചകത്തിൽ വീണതാണ് ശരിക്കും പറഞ്ഞ. ഇത് 2000 രൂപയ്ക്ക് നമ്മൾ ഫൈനൽ ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് അറിയണ്ടാവും ലിനൻ സാരീനെ കുറിച്ച് പ്യുവറിനെ അറിയണം. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. പിന്നെ ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല പ്യുവർ ആണോ എന്നുള്ളത്. ഇത് ശരിക്കും प्योर ആണ്. നമുക്ക് മെറ്റീരിയൽ തൊട്ട് നോക്കുമ്പോൾ ऑनलाइन से परचेस करेंगे ना मैम, कलर ऑप्शन जितना अच्छा मिलेगा नहीं, लेकिन आपको प्राइस मैम कम से कम 1000 പറയാൻ സമ്മതിക്കില്ലല്ലോ. ഞാൻ മൂപ്പരോട് പറയും മേടിച്ചു, ഇനി അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് പോകുന്നു പറയും. സ്വപ്ന स्टॉक देखिए मेरा, ये सामने सब हैंडलूम है, ये छोड़ के यहाँ से लेके സ്വപ്ന നീ കാർഡ് കൊടുത്ത് ഇങ്ങോട്ട് പോരുന്നുണ്ടോ പൈസ കൊടുത്തിട്ട്? एक इक्कत हैंडलूम दिखाएंगे आपको. എനിക്കിപ്പോ തോന്നണ ഏതാ സിനിമയുടെ ഡയലോഗ് അറിയാം. ആ കുബേര സിനിമയിലേ ദിലീപിനോട് കലാപപടി പറയുന്നുണ്ട്, നീ ഇതൊരു കൊടുക്കണ്ടോ നോക്കില്ലേ, അതുപോലെ നീ കാർഡ് കൊടുത്തിട്ട് പോരുന്നുണ്ടോ, അല്ലെങ്കിൽ മൂപ്പര് ഈ കട മുഴുവൻ നിന്നെ കൊണ്ട് എടുപ്പിക്കും മൂപ്പരിപ്പ. സാരി കൊടുക്കണ ആളാണെങ്കിൽ കാരണം അതെ മൂപ്പർക്ക് നിന്റെ ഹിന്ദി നല്ല ഇഷ്ടമായിരുന്നു. നീ വെറുതെ ഹിന്ദി അറിയില്ല നിന്റെ ഹിന്ദി. ഞാൻ പറയണതൊക്കെ ഇയാൾക്ക് തോന്നുന്നത് ചിലപ്പോ ഞാൻ ഇനി വാങ്ങണ്ടെന്നാണ് ദൈവമേ ഞാൻ പറയണ ഹിന്ദിയുടെ അർത്ഥം. സത്യം പറഞ്ഞു നീ മുझे चाहिए എന്ന് വരെ പറയുള്ളൂ. ബൈസ ആപ്കോ എന്താ പറഞ്ഞ മൂപ്പര്? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അങ്ങനെ ഒരാളെങ്കിലും ഈ ലോകത്തിൽ പറഞ്ഞു സ്വപ്ന ഹിന്ദി സംസാരിക്കുന്നത് നന്നായിട്ട്. അയാൾ എന്നെ പറ്റിച്ചതാ തോന്നുന്നു. അയ്യോ മൂപ്പര് കാടൊക്കെ തരുന്നുണ്ട്. അത് നിക്ക് നിന്നെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അടുത്ത ആൾ എന്തൊക്കെ തരുന്നുണ്ട് നിനക്ക്? मिल जाएगा. व्हाइट एंड रेड में डॉट आपको वर्क किया हुआ चाहिए ना. എന്തുവാടി നീ പോരെ. മൂപ്പര് ഞാൻ സമ്മതിച്ചു കേട്ടോ, മൂപ്പര് ഞാൻ സമ്മതിച്ചു. എന്ത് ഹിന്ദി ഹിന്ദി പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലെങ്കിൽ എന്താ ഇന്റെ കാര്യം നടന്നു. അയാളിനെ പറ്റിച്ചോന്നും എനിക്കറിയാം. പോണു എന്തൊരു വലിവ് പഞ്ചാബി ബസ്സിൽ വെച്ചു. ഇവളെ നീ ആയിരുന്നല്ലേ ഡ്രൈവർ? എത്തുവാ ഓരോ ഷോപ്പിങ്ങിൻ്റെ ഓരോ സ്റ്റാളിൻ്റെ മുന്നിലും ഇരിക്കാനുള്ള കസേരകളുള്ളതുകൊണ്ട് നല്ല സുഖം. ഭർത്താക്കന്മാർ ഇവിടെ വന്നിരിക്കാം. ഇതിൽ ഷോപ്പിങ്ങിനാണ് വിളിക്കുന്നത് ഇത്ര സ്നേഹത്തിൽ. ഫുഡ് ഉണ്ടാക്കാനുള്ള ചേച്ചീനൊക്കെ പരിചയപ്പെടുത്തി വെച്ചിട്ടുണ്ടു. ഞങ്ങൾ വരികയാണ് ചേച്ചി ഫുഡ് ഉണ്ടാക്കൽ തുടങ്ങിയില്ലേ. ചേച്ചി പറയും എന്താ നിങ്ങൾ വരാത്തത്? എന്താണ് ഒന്ന് റെസ്റ്റ് ചെയ്യാറുണ്ടാണ്. അപ്പം വിളി വന്നിട്ടുണ്ട്, പോയി നോട്ടെ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മുടെ ദീപിക പദുക്കോണിന്റെ വെഡിങ് ടൈമില് ദീപിക പദുക്കോൺ ഇട്ട് ദുപ്പട്ടയാണ് ബനാറസി, പ്യോർ ബനാറസി. രക്ഷയില്ല, നല്ല വില. ആഗ്രഹം തീർത്തിട്ട് അങ്ങനെ ഈ ദുപ്പട്ടയാണ് മുझे മെറ്റീരിയൽ 2000 രൂപ ഈ ഷോളിന് മാത്രം. ദീപിക പദുക്കോണിന്റെ ഇതാണ്. കല്യാണത്തിന്റെ സമയത്ത് ഉള്ള ഒരു ഫംഗ്ഷനുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കൂടെ പ്യോർ ബ്ലാക്ക് ടോപ്പ് ആൻഡ് പാൻറ് ബെസ്റ്റ് കോംബോ ആണ്. പക്ഷെ നമുക്ക് തൽക്കാലം ഇതിവിടെ മടക്കി വെക്കാം. ദീപിക പദുക്കോണിന്റെ ദുപ്പട്ട അവിടെ വെച്ചിട്ട് ഇറങ്ങി പോരാണ്. ദീപിക പദുക്കോൺ വിട്ടോ? പദുക്കോണല്ലോ ഞാന്, വെറും സ്വപ്ന. 2000 രൂപയ്ക്കൊന്നും ഷോള് വാങ്ങാൻ മനസ്സനുവദിക്കുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസം. ഹായ് ചട്ടി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ചട്ടിയാണ്. അല്ല ഇത് കണ്ട ചട്ടി ഇങ്ങനെ ചുറ്റിക്കാം, മീൻ കറി വെക്കുമ്പോൾ ചുറ്റിക്കാം. അടിപൊളി ഒരു ചട്ടി പോന്നിട്ടുണ്ട്. നല്ല കടായി ചിക്കനൊക്കെ വെക്കാൻ പറ്റിയ ചട്ടി. അപ്പോൾ ചട്ടി മേടിച്ചു. ചട്ടി വാങ്ങി. മലയാളി സ്റ്റോളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് മലയാളി സ്റ്റോർ പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സ്, കേര, അലുവ. കോഴിക്കോട് ഹലുവയാണോ? കോഴിക്കോട് നല്ല അലുവയാ. നമ്മൾ സാധാരണ കഴിക്കുന്ന നല്ല അലുവ. ഞാൻ റബ്ബർ പോലെയുള്ള ഉള്ളതല്ല, സോഫ്റ്റാ. മഹത്തായ സംഭവം ഒരു അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ആൻറ്റി മുഖത്ത് നോക്കിയത്. ആൻറ്റി ഡോംബിവില്ലി ഇവിടെ ബോംബെ തന്നെ. ആൻറ്റി ഇപ്പം മുഖത്ത് നോക്കിയപ്പോൾ പറയണം ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ പേരെന്താ? അശ്വതി. ഇവിടെ ബോംബെയിലാണ് താമസിക്കുന്നത്.
പക്ഷെ നാട് തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചേച്ചിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കയറിയതാണ്. ചേച്ചി കണ്ടിട്ടുണ്ടാണ്, യൂട്യൂബ് കാണിച്ചു തരാണ് ഇപ്പൊ. സ്വപ്നാസ് വണ്ടർലാൻഡ് ഒക്കെ ചേച്ചി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ടൊരു കമന്റ് അടിച്ചു, ഒരു ഫിലിം സ്റ്റാറിന്റെ പോലെ ഉണ്ട്. ആ സന്തോഷത്തിലാണ് ഇപ്പൊ സ്വപ്നം നിൽക്കുന്നത്. പ്യോർ ചിക്കൻ വർക്ക് മാത്രം കിട്ടുന്ന കുർത്ത, അടിപൊളി ചിക്കൻ വർക്ക്സ് ആണ്. ചിക്കൻ വർക്ക്സ് കേട്ടിട്ട് ഓടി വന്നാണ് ഒരാള്. ചിക്കൻ കഴിക്കാനുള്ളതല്ല. ഏത് ഭാഷയിലാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇത്ര ഒച്ചത്തിൽ സംസാരിക്കേണ്ടായിരുന്നത്? അതിന്റെ കോമ്പിനേഷൻ സെയിം ചിക്കൻ വർക്കിന്റെ പലാസോ. ഇത് ഞാൻ എന്തായാലും വാങ്ങും, കാരണം ഇങ്ങനത്തെ ഒരു പലാസോ ഞാൻ കണ്ടിട്ടില്ല. നോർമൽ പലാസോ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടോ ചിക്കൻ വർക്കാണ് ഇതിന്റെ മെയിൻ. അടിപൊളി കോമ്പിനേഷൻ. പ്ലസ് ഇത് ഏതിന്റെ കൂടെ ഇടാം, നമുക്ക് ചെറിയ ടോപ്പുകളിൽ. ഇപ്പൊ നിന്റെ ഭാവം കാണുമ്പോ മണിച്ചിത്രത്തായാലും ആ ശോഭന ആ ചെലങ്കിയും അത് കാണിച്ചു കൊടുക്കുമ്പോ പറയില്ലേ, മോഹൻലാലിൽ എന്ന് പറയും അവളുടെ കണ്ണുകൾ ഞാൻ കണ്ടു, അവളുടെ കണ്ണുകൾ ഞാൻ അറിഞ്ഞു. ആ ഭാവം അതേപോലെയാണ്, അതേ ഭാവത്തിലാണ് നീ ഇപ്പൊ സംസാരിക്കുന്നത്. നല്ല രസമുള്ള കുർത്ത, നല്ല രസമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഒക്കെ നമ്മുടെ റേഞ്ച് ഒരു 500 ഒക്കെ ഉള്ളൂ കേട്ടോ. ഇത് പലാസോ ഒക്കെ നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ചാൽ അറിയാം, അത്ര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ ചിക്കൻ വർക്കിന് നല്ല വിലയാണ് നാട്ടിലൊക്കെ. അർദ്ധരാത്രി ആയി എന്നാണ് തോന്നുന്നത്. ഒരു പകലിനെ എങ്ങനെ രാത്രിയാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉത്തരമാണ് ഇവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവുക. പകലവർ രാത്രിയാക്കി തരും. അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കിട്ട ഷോപ്പിംഗ് ചർച്ചകൾ. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം നമ്മുടെ നായിക വരികയാണ്. ബാഹുബലി സിനിമയിൽ യുദ്ധം കഴിഞ്ഞ് പ്രഭാസ് വരുന്ന ഒരവസ്ഥയാണ്. വെരി ഗുഡ്. ഞാൻ അവിടെ പോയി നോക്കട്ടെ, അതിൻ്റെ ഉള്ളിൽ ഞാൻ പോയി നോക്കട്ടെ, അയാളെ നീ കൊന്നുമില്ലേ, ജീവനോടെ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. അല്ല, ജീവനോടെ ഉണ്ട്. താങ്ക് യു. തൊട്ടടുത്തേക്ക് കയറുമ്പോൾ വെരി ഗുഡ്. ഈ മാല നോക്കൂ, എന്തൊരു രസമല്ലേ. നോക്കൂ, നമ്മുടെ പുലിനകം പോലെ. ഇത് ഫുള്ള് ഇവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് സാധാരണ നമ്മൾ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇത്ര ഫിനിഷിങ് കിട്ടാറില്ല. അപ്പോൾ ഇത് ഫുള്ള് അവർ ഉണ്ടാക്കുന്ന പറയുമ്പോൾ കുന്തൻ വർക്ക് എല്ലാം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഞാനിപ്പോൾ വാങ്ങിച്ച ലിനൻ സാരി അതിന് മാച്ച് ആവും, കാരണം അതിൻ്റെ ബോഡി ഈ റെഡ് കളറാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ അപ്പോൾ ഇത് ഞാൻ ഫിക്സ് ചെയ്തു. ഇത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. നമ്മളിത് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും. ഇതിന് എത്ര വില എന്ന് ചോദിച്ചോ കേട്ടോ. ശരി, വില ചോദിച്ചില്ലേ? ഗ്രീനൊക്കെ നോക്കൂ, എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ബഹളാട്ടോ, ആൾക്കാർ ഫുള്ള് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാൻ എടുത്തു കേട്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ 200 റുപ്പീസേ ഉള്ളൂ. 200 റുപ്പീസിന് വെർത്താണ്. സ്വപ്നയ്ക്ക് അവിടെ ഒരു ഗ്രൂപ്പിനെ കിട്ടിയപ്പോൾ ഭയങ്കര ഫ്രണ്ട്സായി. ഇപ്പോൾ എല്ലാവരും കൂടി ആ കട ഒഴിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവൾക്ക് ഭക്ഷണം കിട്ടണില്ല. ഭക്ഷണം വിശന്ന് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവിടെ മടിയിൽ നല്ല സുഖമായിട്ട് കിടക്കാണ്. അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ആവട്ടെ. ബൈ, താങ്ക് യു. അവരുടെ പർച്ചേസ് കഴിഞ്ഞ് പോയി. പക്ഷെ നമ്മുടെ നായിക ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇനിയും പർച്ചേസിങ്ങിലേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞു. എന്തായി? എനിക്ക് ഏറ്റവും ഇഷ്ടം ആൻറ്റി നോക്കിയൊക്കെ നീ പോയത് കൂടി ആ കസേരയ്ക്ക് ഒരു വീഴ്ചയുണ്ട്. വെള്ളം കുടിക്കണോക്ക് പാവട്ടോ. വെള്ളം കുടിക്കുക പാവം. അതന്നെ നീ ഇത്ര നേരം കിടന്നു. അവള് കിടന്നു. പറയൂ, എന്തൊക്കെയായിരുന്നു? ഞാൻ പറയാലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ കമ്മല്, മാല. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. ഇതാണ് ഇവിടുത്തെ ആംഫി തിയേറ്റർ. ഇത് പ്രോഗ്രാംസ് ഒക്കെ നടക്കണം. എന്നൊന്നൊരു പ്രോഗ്രാമും ഇല്ല അല്ലേ. നല്ല രസം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഉണ്ടോ സ്റ്റേജ് എന്ന് പറയുന്നത്, അത് ഓഡിയൻസ് ഒക്കെ ഇവിടെ ഇരിക്കുക, പെർമനന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടുന്നാണ് ഞാൻ ആദ്യം നമ്മുടെ ബാലഭാസ്കറിന്റെ, ബാലുചേട്ടന്റെ അല്ലേ വയലിൻ പെർഫോമൻസ് ഒരു രക്ഷയിൽ. എപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഇവിടുന്നാണ് അത് ഞാൻ കണ്ടത്. ഇതുപോലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരും കേട്ടോ. കുറേ പേര് വന്നിട്ടുണ്ട്. മാതൃഭൂമി ഫെസ്റ്റിനാണ് അധികം വരിക. ഇവിടെ മെയിൻ സംഭവം വരാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ യൂണിറ്റുകാരുടെ വിത്ത് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. പിട്ടാണോ വേണ്ടത്, കരിമീൻ പൊള്ളിച്ചതാണോ വേണ്ടത്? എന്നാൽ നടക്കാം.
സത്യം ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ തന്നെ എന്ത് രസമല്ലേ. അതടുത്ത മാല ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. ഇനി ഒന്നും നോക്കുന്നില്ല, ഞാനും മിത്തു സ്ട്രൈറ്റ് വിടാണ്, നേരെ ഭക്ഷണം. തലശ്ശേരി ദം ബിരിയാണി. ആഹാ ഫുഡ്. ആ നിങ്ങൾ നോക്കുക, ഞാൻ ഒന്ന് സ്റ്റാളൊന്ന് കവർ ചെയ്യട്ടെ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ആഹാ എന്നാ അവിടെ പോട്ടെ, ആദ്യം ഇവിടെ പോയിട്ട് എന്താ ചോദിച്ചോട്ടെ. ഹലോ, എന്തൊക്കെയുള്ളതെന്ന് സ്പെഷ്യൽ? പിന്നെ കപ്പ മീൻകറി, തലശ്ശേരി ബിരിയാണി ഉണ്ട്. ഓക്കെ, ഈവനിങ് ഒക്കെ കഴിഞ്ഞു. ചിക്കൻ 65 അല്ല, എന്ത് പഠിച്ചത്? പഴംപൊരി. ഓക്കെ, ആ അപ്പോൾ നമുക്കിവിടെ വരാമല്ലേ? ആ ഇതാ ഞങ്ങൾ വരുന്നു കേട്ടോ. ഇതാ ഞങ്ങൾ വരുന്നു. ഇന്നിങ്ങനെ എല്ലായിടത്തും പോയിട്ട് വരാം. പക്ഷെ ചാട്ട് ഹൗസ് ഒപ്പോ അയ്യോ രക്ഷയില്ല, നല്ല ചാട്ട് ഹൗസ് ഉണ്ട്. മിത്തു അതിന് മുകളിൽ തൊടണ്ട, അവിടെ ചൂടുണ്ടാവും, അത് തൊടണ്ട. പാനിപൂരി. പക്ഷെ ഇന്നിപ്പോ തൽക്കാലം നമുക്ക് നമുക്ക് നമ്മുടെ കപ്പയും മീൻകറിയും എന്തൊക്കെ. ഞങ്ങളിവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മിത്തു അക്ഷമ കിട്ടിട്ട് ഓടി കളിക്കുന്നുണ്ട്. ഫുഡ് കിട്ടുന്ന ചൂടോടെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ശരിക്കും ഇപ്രാവശ്യം കുടുംബശ്രീയുടെ യൂണിറ്റ് കുറവാണ്. മാതൃഭൂമി ഫെസ്റ്റ് ഉള്ള സമയത്തിൽ ഫുൾ ഇവിടെ കോഴിക്കോട്, മലപ്പുറം ഒക്കെ യൂണിറ്റ് വരും. ഇത് കണ്ണൂരിലാണ് വെള്ളപ്പം, നൂൽപ്പിട്ട് അല്ലേ. അപ്പൊ മാതൃഭൂമി ഫെസ്റ്റ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാറില്ല. ഇതിപ്പോ അടിപൊളി കേരള ഫെസ്റ്റില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല എന്താ പറയാ, സന്തോഷമായി ഇന്നത്തെ ദിവസം. ഒരു ലേസി സൺഡേ എന്നുള്ളത് നല്ല ഉഷാർ സൺഡേ ആയി അല്ലേ. രമേശന് വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ, ആകെ ഡസ്പായി. ഞാൻ പോക്കറ്റില്ലാത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം ഉണ്ടായ, കാർഡും പേഴ്സാണ് പോയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിചാരിച്ച പോലെയല്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്, വർത്ത് ആണ് അതിനുള്ളത്. ശരിയാണ്, നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ടോ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, 15,000 15,000 നമ്മളെ പോയി കിട്ടും. ആ സംഭവമാണ് 2000. അതാ വരുന്നുണ്ട് നമ്മുടെ തലശ്ശേരി ബിരിയാണി, ചിക്കൻ 65 തലശ്ശേരി ബിരിയാണി. കപ്പ അവിടെ റെഡി ആവണേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പം അതുവരെ മിത്ത് വെയിറ്റ് ചെയ്യില്ല. അപ്പം ഞങ്ങൾ എൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ബിരിയാണി വെച്ചോളൂ. തട്ടി വിടാണ്, നല്ല എരിവിട്ട് മസാല, അതൊന്നൊരു വിഷയമല്ല. അങ്ങനെ നമ്മുടെ കപ്പ എത്തിയിട്ടുണ്ട്. മീൻകറി ഇങ്ങനെ അറിയോ, ഇതിൻ്റെ ഇതെങ്ങനെ മീൻകറി വയ്ക്കാം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. കപ്പി മീൻകറി ഞാൻ എൻ്റെ ഫുഡ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് പോയി കാണാം. ഭക്ഷണം കഴിഞ്ഞു. കപ്പയും മീൻകറിയും അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റ്, എല്ലാ ഷോപ്സും കണ്ട് ലാസ്റ്റാണ് ഇപ്പം ഈ പറഞ്ഞ ഫുഡ് കോർട്ട്. ഇനി തിരിച്ച് അത്രയും ദൂരം നടക്കണം, അപ്പം വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി കുറച്ചും കൂടി പർച്ചേസ് കാണുന്ന കാര്യം ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അടുത്ത സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കാം, എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. ആക്ച്വലി ഈ വളം ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഇതാണോ അത് നിങ്ങൾ പോയി പഠിച്ചത്? നിങ്ങൾ രണ്ടുപേരും പോയി പഠിച്ചത്? അതാ ഞാനും സിസ്റ്ററിലും കൂടെയിട്ട് ഇതുപോലെ മാല, വള, കമ്മല ഒരുപാട് ഉണ്ടാക്കിയിട്ടായിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ മറന്നുപോയി സംഭവം. അപ്പോൾ ഇനി ഞാൻ അത് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കതൊന്ന് ഓർത്തെടുക്കണം, നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല എളുപ്പമാണ് കേട്ടോ, പഠിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും കയറുന്നു എന്തിലോ. ഷോള് പ്യോർ വൂൾ, ഏകദേശം വില കുറഞ്ഞതാണ് കേട്ടോ. അത് 2,500. कश्मीरी लैंग्वेज है वो, कौन सा लैंग्वेज है? कश्मीरी लैंग्वेज कौन सा लैंग्वेज? മനസ്സിലാവുന്നില്ല. Why? आपको हिंदी मालूम नहीं है? അവരുടെ ലാംഗ്വേജ് तो आपको हिंदी में हिंदी मालूम नहीं है आपको? बिल्कुल मालूम है ना? हाँ हिंदी दे रहा हूँ हिंदी. कश्मीरी लैंग्वेज हमारे लोकल लैंग्वेज, പക്ഷെ ഹിന്ദി हमारा രാഷ്ട്രഭാഷ हूँ. അതെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് കൂടെ ഒന്ന് വില പേശിയേക്കും, സംഭവം നടക്കും. ആ ഹൂ തരട്ട് ചിലപ്പോൾ ഒരു 100 രൂപയ്ക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും അവിടെ.
You can pay by card. Give us a good offer, bye. Where is that? This one, nah? This one is mine, right? Yeah. ഇത് കണ്ടോ ഞാൻ വാങ്ങിയത്? ആ അത് മേടിച്ചോ? ആ, ഇത് നല്ല ഭംഗിയുണ്ട്. പ്രിന്റഡ് 2 സൈഡ്. ഇത് ആന, അത് മറ്റേത് കുതിര. ഒട്ടകം. ആന മാനമയിലും. പക്ഷെ ഇതെന്താ വെച്ചാൽ എല്ലാത്തിനും ഇടാനുള്ള കാരണം ഞാൻ ഇത് വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടമായത് ആ ബ്ലാക്ക് ആൻഡ് ഈ ബ്ലാക്ക് നീ ആൻഡ് ഇതിൽ ഇവിടെ കേറി മേഞ്ഞു തോന്നുന്നുണ്ടല്ലോ. ആ ഈ ടേബിൾ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. ആഹാ, നോക്കണോണ്ട് കുഴപ്പമില്ലല്ലോ, നമുക്ക് വാങ്ങണ്ടാന്നല്ലേ ഉള്ളൂ. ഞാൻ കരിമ്പന്തോട്ടത്തിൽ കയറ പോലെ ആയിട്ടുണ്ടല്ലോ ഇത്. അതുകൊണ്ട് ആനേനെ തന്നെ വാങ്ങിച്ചു. ആ, അപ്പൊ മൂപ്പരിട്ട് നിൽക്കുകയാണല്ലോ അപ്പൊ ഇത്. അയാൾ എന്നെ This പ്രലോഭിപ്പിക്കാം. is very nice one. സത്യം പറഞ്ഞാ പോവാൻ തോന്നുന്നില്ല കേട്ടോ ഇവിടുന്ന്. അപ്പൊ നമ്മളിവിടുന്ന് പോവാൻ തോന്നുന്നില്ല. സൺഡേ അല്ല, സൺഡേ രാവിലെ ഇറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു മൺഡേ ആയോ അതൊന്ന് സൺഡേ തന്നെയാണോ? വാച്ചൊന്ന് നോക്ക്. മലയാളികളെ പിറ്റേ ദിവസം ആയി എന്നാ തോന്നുന്നത്. സത്യം പറഞ്ഞ നാട്ടിൽ പോയ പോലെ, കാരണം അത്ര മലയാളികളെ നമ്മൾ കണ്ടു. ഇത് ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഇവരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ്. എവിടെ നാട്? പന്തളത്താണ്, ട്രിവാൻഡ്രത്താണ്. പിന്നെ കുറച്ച് പേരൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. സൺഡേ നമ്മള് നന്നായി സ്പെൻഡ് ചെയ്തു. ഒരു ലേസി സൺഡേ ആയിട്ട് രാവിലെ എണീറ്റതാണ്. പക്ഷെ ഈ ഒരു സംഭവം ഉള്ള കാരണം അടിപൊളിയായിട്ടോ, നല്ല രസമായി. അപ്പൊ നമ്മളിതപ്പോ എൻട്രൻസിലെത്തി. ഇനി നേരെ കാറിലേക്ക് കയറുക, വണ്ടി വിടുക. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ പറ്റി. മുംബൈയിൽ ഇപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വരും ഓരോന്നായിട്ട്. അപ്പൊ ഇതുവരെ അർബൻ ഹട്ട് അറിയാത്തവരുണ്ടാവില്ലേ മുംബൈയിൽ? ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മുംബൈയിലുള്ളവരെ ഒന്ന് വരും. പുറത്തുള്ളവർ മുംബൈ കാണാൻ വരുന്ന സമയത്ത് അർബൻ ഹട്ട് മിസ് ചെയ്യരുത് കേട്ടോ. ഫെസ്റ്റിവലിലുള്ള സമയത്ത് ബേലാപൂരാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താ നമുക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ഓക്കെ, രാവിലെ മുതൽ കണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ എന്നും പറയുന്ന പോലെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അത് ഇവിടെ ഒരു സ്ത്രീ ഇതുപോലെ പറയുന്നു, അറിയുന്ന സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയുന്നു. സ്വപ്നം പറയാറില്ലേ, ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് മറ്റേ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യൂ. ആരാത്? ഓക്കെ, ഓടി വന്നിരിക്കുകയാണ്. അവിടെ വയറ് നിറഞ്ഞതിന്റെ സന്തോഷത്തിലാണ്. ഹൽവ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ദൈവമേ, അപ്പൊ എന്നാ ഒരു തീരുമാനമാവുന്നു. അപ്പൊ ഞങ്ങൾ മെല്ലെ നടക്കട്ടെ. ഓക്കെ, ബൈ 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 ബൈ.